ഈ സൺഡേ ഞാൻ ഹിൽ റിപ്പീറ്റ്സ് ആയിരുന്നു ചെയ്തത്. പക്ഷേ എന്താണ് ഹിൽ റിപ്പീറ്റ്സ്? സോ ഹിൽ റിപ്പീറ്റ്സ് നിങ്ങൾ ഫ്ലാറ്റായിട്ടുള്ള ഒരു സർഫസിന് പകരം ഒരു എലവേഷൻ വരുന്നത്, അതായത് ഒരു കയറ്റം ഓടി കയറിയിട്ട് തിരിച്ചിറങ്ങുന്നതിനാണ് നമ്മൾ ഹിൽ റിപ്പീറ്റ്സ് പറയുന്നത്. എന്നിട്ട് നമ്മളത് വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സോ ഹിൽ റിപ്പീറ്റ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റിനെ മാക്സിമം പുഷ് ചെയ്ത് ത്രഷോൾഡിലോട്ടൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ത്രഷോൾഡിൽ നിങ്ങൾക്ക് ത്രഷോൾഡ് പേസ് എന്ന് പറയുന്നത് സോൺ 3 സോൺ 4 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഓടി നിങ്ങളുടെ ഓവറോൾ എറോബിക് കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹിൽ റിപ്പീറ്റ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഞാൻ ഹിൽ റിപ്പീറ്റ്സ് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോട്ട് നമ്മൾ പോകുന്ന ഒരു റോഡുണ്ട്. സോ അതൊരു കുത്തനെ ഇറക്കം കഴിഞ്ഞിട്ടൊരു കയറ്റമാണ്. സോ കറക്റ്റ് ഒരു ഈ ഷേപ്പാണ് ആ റോഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ഡൗൺ ഹില്ലായിരിക്കും വരുന്നത്. ഡൗൺ ഹില്ല് നമ്മൾ കുറച്ചും കൂടെ ഹീൽ സ്ട്രൈക്കൊക്കെ ചെയ്ത് ആ ഒരു മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് അപ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ടോ സ്ട്രൈക്ക് ചെയ്ത് അപ്പിൽ കയറും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റണ്ണിങ് ഫോം ഇമ്പ്രൂവ് ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ എയറോബിക് എൻഡ്യൂറൻസ് ബിൽഡ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റണ്ണാണ്. നമ്മൾ 10 കിലോമീറ്ററാണ് ഓടുന്നതെങ്കിൽ പോലും ഒരു ഫ്ലാറ്റ് സർഫസിൽ ഒരു 15 കിലോമീറ്ററോ ഒരു 20 കിലോമീറ്ററൊക്കെ ഓടുന്ന അതേ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്ന ഒരു റണ്ണിങ് ആണ് ഹിൽ റിപ്പീറ്റ്. അത്രയും ചാലഞ്ചിങ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് കുറച്ചും കൂടെ ഡിമാൻഡിങ് ആണ്. പക്ഷേ ഇത് ഓവറായിട്ട് ചെയ്യാനും പാടില്ല. പെട്ടെന്ന് ഒരു ദിവസം പോയി നിങ്ങളൊരു 10-15 കിലോമീറ്ററൊക്കെ എലവേഷൻ റിപ്പീറ്റ്സ് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വന്നതുപോലെ പ്ലാന്റാർ ഫാസൈറ്റിസ് പോലത്തെ ഇഷ്യൂസ് ഉണ്ടാവാം. കാരണം നമ്മുടെ കാലിൽ ഒരുപാട് ലോഡ് വരെയും, പ്രത്യേകിച്ച് ആങ്കിളുടെ ബാക്കിൽ വരുന്ന സോളീസ് മസിലൊക്കെ ഒത്തിരി ഇമ്പാക്റ്റ് വരെയും. അത് കാരണം നിങ്ങളുടെ പ്ലാന്റാർ ഫാസിയ പോലത്തെ ടിഷ്യൂ ഒക്കെ ഇറിറ്റേറ്റഡ് ആവാം, ഇൻഫ്ലമേഷൻ വരാം. സോ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയി നിങ്ങൾ ഹിൽ റിപ്പീറ്റ്സ് ചെയ്യരുത്. സോ എൻ്റെ ഒരു റണ്ണിങ് പ്ലാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറേ ഈസി റൺസ് കാണാറുണ്ട്, കുറേ റിക്കവർ റൺസ് കാണാറുണ്ട്, പിന്നെ ലോങ് സ്ലോ ഡിസ്റ്റൻസ് റൺസ് ചില വീക്കെൻഡ് ഞാൻ പോകാറുണ്ട്. ഇനിയിപ്പോൾ ഒരു വീക്കെൻഡ് ഞാൻ ലോങ് സ്ലോ ഡിസ്റ്റൻസ് പോയില്ല എന്നുണ്ടെങ്കിൽ പകരം ഞാൻ റീസെൻ്റ്ലി ആഡ് ചെയ്ത ഒരു സംഭവമാണ് ഹിൽ ട്രെയിനിങ് അല്ലെങ്കിൽ എലവേഷൻ റിപ്പീറ്റ്. എൻ്റെ ഓവറോൾ ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ ഈ ഹിൽ റിപ്പീറ്റ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ടയേർഡ് ആവാതെ കുറച്ചും കൂടെ ഓടാനായിട്ട് നമുക്ക് ത്രഷോൾഡ് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളൊരു റേസ് പേസിൽ ഓടുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ ഹാർട്ട് റേറ്റ് കുറച്ച് പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോൺ 3 സോൺ 4 ആയിരിക്കും. സോൺ 2 ഒരു റേസ് നമ്മൾ കൂടുതൽ ഓടുന്നത്. സോൺ 3 സോൺ 4 ആയിരിക്കും ചിലപ്പോൾ നമ്മളൊരു റേസ് നല്ല അഗ്രസീവായിട്ട് പുഷ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ റേസ് പേസിനേക്കാളും സ്പീഡിൽ നമ്മൾ ഓടുകയാണെങ്കിൽ നമ്മൾ ത്രഷോൾഡിലായിരിക്കും ഓടുന്നത്. സോ ത്രഷോൾഡിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി മാനേജ് ചെയ്ത് നിങ്ങൾക്കൊരു റേസ് ഓടാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. സോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒരു സോൺ 3 സോൺ 4 ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഹിൽ റിപ്പീറ്റ്സ്. അപ്പോൾ ഇതുപോലെ റണ്ണിങ്ങിനെ പറ്റിയുള്ള വീഡിയോസും കണ്ടൻറ്റും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക, നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.